ഞങ്ങളെന്ന് മൈസൂർക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അയിനിക്കാട് തന്നെ കൂടി. അവിടെ നോക്കിയപ്പോഴേ കുറെ കണ്ടില്ലേ, ഒരു തുമ്പയും തുളസി എന്ന് പറഞ്ഞ പോലെ തുമ്പപ്പൂവിൻ്റെ പരിശുദ്ധി എന്ന് പറയണത് ഈ പൂവാണ് കേട്ടാ. നമുക്ക് അധികം പേർക്കൊന്നും അറിയുന്ന എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളിങ്ങനെ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൂവാണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുമ്പപ്പൂവിൻ്റെ പരിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും പരിശുദ്ധിയുള്ളത് വേറെ ഒന്നുമില്ല എന്നാണ് നമ്മൾ കവികളും അതുപോലെ അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒരു പൂവാണത്. നമ്മൾ പലപ്പോഴും ചവിട്ടി നടന്നു പോകുന്ന ഒരു ഒരു ഐറ്റമാണത്. കണ്ടിട്ടുണ്ടാവില്ലേ? ഇത് കുറുന്തോട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെ കൊച്ചേപ്പൻ്റെ അവിടേക്ക്, ഇവിടെ ഒരു കൊച്ചേപ്പേട്ടെന്ന് പറയും, അവരവിടേക്ക് ഇതൊക്കെ പറിച്ച് കൊടുക്കാറുണ്ട്. ഇതും അതുപോലത്തെ ഒരു എന്തോ ഒരു അതിൻ്റെ പേര് എനിക്ക് ഇപ്പോൾ മനസ്സിൽ വരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഇല്ലേ? അതിന് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. ഇത് ആലിൻ്റെ അവിടെ നമ്മുടെ അയിനിക്കാടനുള്ള ഒരു വലിയൊരു ആൽമരമുണ്ട്. ആൽമരം കാരണം വെച്ചാൽ ഞങ്ങൾ വലിയ വലിയ സംഭവങ്ങളായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാനുള്ള ഇത് നമ്മുടെ തുമ്പയാണ്, തുമ്പപ്പൂ. ഇത് മൊത്തം കടടക്കം പറിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കാശൊക്കെ കിട്ടും. അന്നത്തെ പോക്കറ്റ് മണി ഇതൊക്കെയായിരുന്നു. ഇന്നത്തെയുള്ള ആളുകൾക്ക് പിള്ളേർക്ക് ഇത് അറിയണമെന്നില്ല. ഇതവിടെ കണ്ട മറ്റൊരു പൂവാണ്. ഇതും ഇതുപോലെ എന്തൊക്കെയാണ്, പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. നമ്മൾ പറഞ്ഞ പോലെ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നമാണെന്ന് പറയാം. ഇത് മുയൽ ചെവി എന്ന് പറയും, തൊട്ടപ്പുറത്ത് തന്നെ കണ്ടിട്ടുണ്ടാവില്ലേ? ഇതും അതുപോലത്തെ ഒരു ഐറ്റം തന്നെയാണ്. അതിൻ്റെ പേരുകൾ ഞാനിങ്ങനെ എല്ലാതും നമ്മൾ പെട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അറിയില്ലോ. അപ്പോൾ പൊതുവെ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇവിടെയൊക്കെ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. പല വിഷ്വലുകൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ്. വെള്ളം കയറി കാണാനൊക്കെ ഒരു ലുക്കായി. അത്യാവശ്യം ഒരു വെള്ളമൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല മഴയുണ്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഷൂട്ടിങ്ങിനായിട്ട് വേറെ സ്ഥലങ്ങളൊക്കെ ഒന്നും പോയില്ല. അപ്പോൾ ഓക്കെ.